അമ്മുക്കുട്ടി. അമ്മേന്റെ പേരെന്താ? പാർവതി. പാർവതി. പാർവമ്മ എന്ന് വിളിക്കുക അല്ലേ? ഇല്ല എന്റെ അമ്മ വിളിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്റെ അമ്മ വിളിക്കുന്നത് മകളെ വിളിക്കും, നമ്മുടെ കുട്ടികളൊക്കെ വിളിക്കുന്നത് പാറുമ്മ പാറുമ്മ. എന്നെ അങ്ങനെ വിളിക്കും, അമ്മ വിളിക്കും, വിളിക്കുന്നവര് അമ്മുക്കുട്ടി അമ്മ വിളിക്കും. ഈ കൃഷിയൊക്കെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടേ എത്ര കാലമായിട്ടുണ്ടാവും? അത് ഞങ്ങള് 10-16 വയസ്സിൽ ഞങ്ങൾ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 60 വയസ്സായി. അമ്മയ്ക്കോ? അമ്മ ഒരു 10-15 വയസ്സിലൊക്കെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവുന്ന ഒരു ഓർമ്മ. വയസ്സ് 75. ഇവിടെ തന്നെയാ സ്ഥലം? ഇവിടെ തന്നെ കല്യാണം കഴിഞ്ഞ വീടാണിത്. അന്ന് എനിക്ക് 2 ആളെ എൻ്റെ മുത്തി അമ്മ ആകുമ്പോഴും ഇവിടുത്തെ അച്ഛനാണ് എന്നെ കല്യാണം നോക്കി കഴിച്ചു കൊടുത്ത് ഈ വീട്ടിൽ തന്നെ കഴിച്ചത്. അമ്മേന്റെ ശരിക്കും വീട് എവിടെയാ? ഇവിടെ തന്നെ. ഇതാ 2 വീട് കഴിഞ്ഞ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുത്തത് കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ അതന്നെ വീട് ഇവിടെ തന്നെ. ഇവിടെ തന്നെ വീട്. അത് ശരി. കല്യാണം കഴിച്ചു കൊടുത്തതും ഇവിടെ തന്നെ, ഒരേ നാട്ടില്. അപ്പൊ 14 കൊല്ലം ഇരുന്നിട്ട് എന്നെ ഉപേക്ഷിച്ചു പോകും. ആണോ? ഇത് ഇവിടുത്തെ അച്ഛൻ തന്നെ അത് ഉപേക്ഷിക്കാൻ വേണ്ട വെച്ചു, വേണ്ട പറഞ്ഞു. എനിക്ക് അമ്മയും മുത്തിയമ്മയും മാത്രമേ ഉള്ളൂ, പിന്നെ ആരും ഇല്ല. അല്ല, ഉള്ളത് പറയണ്ടേ. അവര് എന്നെ ചെറുതിലേ വളർത്തി. എൻ്റെ അച്ഛൻ 1 വയസ്സായിരിക്കുമ്പോൾ അവിടെ കിണറ്റി വീണ് മരിച്ചു പോയിട്ട് അവർ 2 ആളും വളർത്തി 10-15 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് ഈ വീട്ടിൽ വെച്ചിട്ട്, ഇവിടെ വെച്ചിട്ട് താലി കെട്ടി. പിന്നെ ഇവിടെ തന്നെ വീടുണ്ട്, എൻ്റെ വീടുണ്ട്, 4 സെന്റ് സ്ഥലവും വീടും ഉണ്ട്. അങ്ങനെ പോണു. സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പോയി. പിന്നെ ആടുമേക്കാൻ ഉണ്ടാണ്ടിരുന്നു. അന്നത്തെ കാലം ഒന്നും സ്കൂൾ വലുതായി സ്കൂളില്ല. അന്ന് കാലം എന്ത് നമ്മളെ ഇരുന്ന് കഴിഞ്ഞ് ചുമ്മാരായതുകൊണ്ട് ആയിക്കുട്ടിനെ പിടിക്കുക, അങ്ങനെയാണ്. എല്ലാം അന്ന് കാലം നമുക്ക് അറിയില്ല, അത് പറയാ അറിവില്ല. എഴുതാനൊന്നും പഠിച്ചില്ല. എഴുതാൻ പേരെഴുതാൻ അറിയില്ല. മേനെ മറന്നുപോയി. അത്രയും ഒപ്പിടാനൊക്കെ വരുമ്പോ എന്താ ചെയ്യാ? കയ്യൊപ്പാണ് മേനെ. എല്ലാത്തിനും എല്ലാത്തിനും കയ്യൊപ്പിട്ടു. പെൻഷനും ഒക്കെ എല്ലാവരും പോണത് കയ്യൊപ്പ്. പെൻഷൻ കിട്ടുന്നുണ്ടോ? ഓ, പെൻഷൻ. എന്ത് പെൻഷനാ? വിധവ പെൻഷൻ. വിധവ പെൻഷൻ. ഭർത്താവ് അപ്പൊ എന്ത് പറ്റിയതാ? ഭർത്താവ് വേണ്ട പറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. ആണോ? അയാൾ ഇവിടെ ഇരിക്കില്ല അടുത്ത വീട് കൂടി. എന്റെയും വീടും ഈ അമ്മന്റെ വീടും ഒരേ വീടിന്റെ അടുത്തടുത്താണ്. അയാളെ കുട്ടിയും മക്കളും ഇല്ല പറഞ്ഞപ്പോ അയാൾക്ക് വേണം പറഞ്ഞു, ഒന്നായി വേണം പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുക്കില്ല. ഇത്ര വയസ്സ് വരെ ഇരിക്കുമ്പോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ, പിന്നെ വിട്ടു പോയിട്ടുണ്ട് പറഞ്ഞ, പിന്നെ അവിടെ പോകും. അപ്പൊ അതൊക്കെ അയാൾ തിന്നു കഴിഞ്ഞാ ഈ ജീവിക്കുന്ന കാലം എഴുതി കൊടുത്തില്ല. അപ്പൊ കൊടുക്കണ്ട, അച്ഛനോട് അപ്പൊ എനിക്ക് വേണ്ട പറഞ്ഞു തന്നാ പിന്നെ അതുകൾ പെരുവഴി കിടന്ന പെരുവഴി ഇത്ര വരെ ഇരിക്കില്ല. ഉച്ചരോടെ എത്ര വരെ ഇരിക്കുമ്പോ ആര് നോക്കും? ഇതിപ്പോ ഇവിടെ ആയപ്പോ ഈ കുട്ടി എല്ലാത്തിനെയും ഒരു നോമ്പ് നൊടി ഇല്ലാണ്ട് നല്ല പോലെ നോക്കി ഇത്ര വരെ ഞങ്ങളെ കാട്ടി കൊമരനെ പോലെ ചെയ്യുന്നുണ്ട്. ആശുപത്രി അപ്പൊ ഈ കുട്ടി ഇത്ര വരെ നോക്കി. കുട്ടിന്റെ അച്ഛനുമാണ് പാലക്കാട് ആശുപത്രിയിൽ പോയി കൊണ്ടുപോയി ഒരുപാട് കഷ്ടത്തിൽ ഒരാളായിട്ട് പറയും. അറിയാണ്ട് എന്നെ ഉപേക്ഷിച്ചത് എന്റെ അമ്മയ്ക്ക് ഭ്രാന്തായി. 10-ാം പക്കം 10 കൊല്ലം ആ ഭ്രാന്തി അമ്മന്റെ കൂടെ അങ്ങനെ ഇരുന്നു. ഇവിടുത്തെ അച്ഛന്മാരന്നെ അതിനെയൊക്കെ അങ്ങനെ നോക്കി വളർത്തി. പിന്നെ അമ്മ 10 കൊല്ലം ഇരുന്നിട്ട് അമ്മ മരിച്ചു. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇവിടെ. ഈ മാട് മേയ്ക്കാനൊക്കെ പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ? മാടിന് പോയില്ല, അത് കുമ്പി ചെറുപ്പത്തിൽ ആട് മേച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ കൃഷിപ്പണിയൊക്കെ എപ്പോഴാ തുടങ്ങി? കൃഷിപ്പണി ഒരു 10-15 വയസ്സിൽ ഇവിടെ തന്നെ. എന്തൊക്കെ പണിയെടുക്കുക? നടാനും നാറ് വലിക്കാൻ, കള വലിക്കാൻ, കൊയ്യാൻ, അപ്പളൊക്കെ. അപ്പൊ കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടോ? കൂട്ടുകാരൊക്കെ നമ്മുടെ ഈ ചുറ്റൂര്. ഞങ്ങൾ 3 ആളാണ് അന്നൊക്കെ ഇവിടെ പണിക്കാറ്. ഓരോരുത്തർക്ക് 3 ആള്, ഓരോരുത്തർക്ക് ഒന്നായി പണിക്ക് പറഞ്ഞാൽ ഒക്കെ പിരിഞ്ഞു. പിന്നെ ഏട്ടനന്മാർ പിന്നെ ഞങ്ങളൊരു 3 ആള് ഇവിടെ. അവരുടെ പേരൊക്കെ എന്താ? അത് അവിടെ അടുത്ത വീട് തന്നെ, ആറ് കമല. ഫ്രണ്ട്സ് അവർക്ക് വയ്യ. ഇപ്പൊ പണിക്ക് വരുന്നില്ല. 6 വരും. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. പണിയൊക്കെ ചെയ്യും. പണി ചെയ്യില്ല, വയ്യാൻ പോവില്ല മേനെ. ഇവിടെ ഉണ്ടെങ്കിലും ഒരാഴ്ച നടാൻ പോകും, ഒരാഴ്ച കള വലിക്കും. അതാണ് പണി. അപ്പൊ വീട്ടിലൊറ്റയ്ക്കായിരുന്നോ താമസിച്ചിരുന്നൊക്കെ? അത് ഇവിടുത്തെ അച്ഛനുള്ള കാലത്ത് അങ്ങനെയാ ഞാൻ ഒറ്റയ്ക്കൊക്കെ കടന്നു. പിന്നെ ഇവിടുത്തെ അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. പിന്നെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അന്ന് രാവിലെ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ദിവസം വന്നിട്ട് വൈകിട്ട് അങ്ങോട്ട് പോകും, കിടക്കാൻ പോകും. ഇതാണ് വീട്. അത് തന്നെ എന്റെ വീട്. അത് 12 വയസ്സിൽ തൊട്ട് തന്നെ വീട്. എന്റെ മക്കളും അതന്നെ. അവരുടെ നാം മറക്കില്ല മേനെ.
ഈ അമ്മേന്റെ വീട്ടിലാരൊക്കെയുള്ള? എൻ്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ചത്തി അടുത്തമാർ, പിന്നെ 4 ആള്, ഒരു ചെക്കൻകുട്ടി. എൻ്റെ വീട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാണ്. എൻ്റെ വീട് കൊടുവായൂരാണ്. കൊടുവായൂര്. ഇവിടെ വന്ന് ഒരു അമ്മയ്ക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഒരു മകനെ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് 4 മക്കള്, 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. അവരിനെ എല്ലാം കെട്ടിച്ചു കൊടുത്ത് മകനെ കല്യാണവും കഴിഞ്ഞു. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചേ? എന്നെയാ 18 വയസ്സിൽ കല്യാണം. 18. അതിന് മുമ്പ് സ്കൂളിൽ പോയിണ്ടോ? ഇല്ല ഇല്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പോകണം തോന്നിയിട്ടുണ്ടോ? പോകാനും തോന്നുമ്പോഴേക്ക് അതന്നെ അമ്മ പറയുന്നത് വീട്ടില് കുട്ടിയും മക്കളെയും പിടിച്ചിരിക്കും, അമ്മമാർ കൊയ്യാൻ പോകും. അന്നത്തെ കാലം കഞ്ഞിയില്ല, വെള്ളമില്ല. മൂത്ത മോളായിരുന്നോ? അല്ല, മൂത്ത മോള് വേറെയാണ്, അതിന്റെ താഴെയാണ്, ഞാൻ 3ാമത്തെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോ സ്കൂളിൽ പോകാനോ വരാനോ ഒന്നുമില്ല. പിന്നെ അങ്ങനെ പാടത്തെ പണിക്ക് ഇറങ്ങി, അങ്ങനെ പാടത്തെ പണി ചെയ്ത് എത്ര വരെ പാടത്തെ പണിയും ആയിട്ടാണ് ജീവിതത്തിൽ. സ്കൂളിൽ പോകാനെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. തോന്നുമ്പോഴേക്കും അവർ കുട്ടീനെ നോക്കാൻ തന്നാലോ. അച്ഛനമ്മ നീ പോയിട്ട് ആരും നിങ്ങൾക്ക് കഞ്ഞി തരാൻ നമുക്ക് വഴിയില്ല, നിങ്ങൾ ആരെങ്കിലും ഇരിക്കും പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കുട്ടിയും മക്കളെയും നോക്കി. അവർ പാടും പണിയും ചെയ്ത് നമുക്ക് കഞ്ഞിയും തന്ന്. പിന്നെ നമ്മ ഈ പ്രായം തെറ്റിയിട്ട് പിന്നെ എന്താ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പാടത്തെ പണിക്ക് ഇറങ്ങി ഇത്ര വരെ. ഇവിടെ വന്നിട്ട് പാടത്ത് പണിക്ക് എവിടേക്കാ പോയിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞത് അപ്പൊ രാവിലെ നിങ്ങളെ അരിയേട്ടം കൂട്ടിയിട്ട് വന്നിട്ടുണ്ടല്ലോ, ഇവിടത്തെ അവരുടെ അവിടെ തന്നെ പണി നങ്ങാം. അവിടെ കിട്ടിന ഉള്ള പണി ഒരേ കൃഷിക്കാർക്ക് പറഞ്ഞാൽ അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മ എവിടെയെങ്കിലും ഇങ്ങനെ വെളിയിൽ പണിക്ക് പോകണം, തൈ കൂട്ടിക്കും. ഞങ്ങളുടെ അടുത്ത് തന്നെയല്ലേ, ഞങ്ങളുടെ ഉമ്മാർന്ന് തന്നെയല്ലേ. അപ്പൊ പണീൻ്റെ വരിയും പറഞ്ഞിട്ട് പറഞ്ഞാൽ ഈ കുട്ടിക്കും പണി ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും തെറ്റി തീർച്ചയുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഇതും കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ പണിക്ക് പോകും. അതായത് കൃഷിപ്പണി മാത്രമല്ല വേറെ പണിക്കൊക്കെ പോകാറുണ്ട്? വേറെ പണിക്ക് ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പോയിട്ടില്ല. തൊഴിലുറപ്പിനൊക്കെ പോകും. അത് പോകും, അതുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ തൊഴിലുറപ്പ്. അല്ല, ഈ കൃഷിപ്പണി എപ്പോഴും എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ? ഇല്ല ഇല്ല, അത് 10 ദിവസം ഉണ്ടാകും. ഒരു നടിയിൽ ഒരു 5-6 ദിവസം, ആളുണ്ട് പറഞ്ഞാൽ 2 ദിവസം, ആളില്ല പറഞ്ഞാൽ ഒരു 10-12 ദിവസം നട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പഞ്ചായത്ത് പണിക്ക് പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ഇത്തിരി കളവലിക്കുക ചവിട്ടികളൊക്കെ ചെയ്യണം. എല്ലാവരും നിൽക്കുകയും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നിന്നിട്ട് അങ്ങനെ പണി ചെയ്യും. അന്നൊക്കെ പണ്ടൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ എത്രയൊക്കെ കൂലി കിട്ടാറുണ്ടായിരുന്നു? അന്നത്തെ കൂലിയെ പറയുന്നു വേണം. അന്നത്തെ കൂലി കണ്ടിട്ട് പറഞ്ഞാൽ അപ്പൊ 1 ഉറുപ്പിയും 2 ഉറുപ്പിയും 50 പൈസ 4 ഉറുപ്പിയും അങ്ങനെ ആയിട്ട് അന്നത്തെ കാലം കൂലിയാകുമ്പോഴാണ് എനിക്ക് വയ്യാണ്ടായത്. അന്നത്തെ കൂലിയെ പറയണ്ട. അന്നത്തെ കൂലിയൊക്കെ വളരെ കമ്മിയാണ്. വന്നാലും അത് കൊണ്ടുപോയിട്ട് അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ഉള്ളതല്ല. ആ 1 ഉറുപ്പിയും 2 ഉറുപ്പിയും 3 ഉറുപ്പിയും 4 ഉറുപ്പിയ 5 ഉറുപ്പിയ 6 ഉറുപ്പിയ എന്നവരെയുള്ള കൂലിയാണ് അന്നൊക്കെ. 50 പൈസേന്റെ ഓർമ്മയുണ്ട് അല്ലേ? കരിമ്പ് പണിക്ക് പോയ 50 പൈസ. കരിമ്പ് പണിയോ? എന്തെങ്കിലും കാട്ടുപണി കാട്ടുകളിൽ പണിക്ക് പോകുമ്പോ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. കരിമ്പ് പണി എന്ന് പറഞ്ഞാല് അത് കരിമ്പ് വെച്ച് തോട്ടം ആയപ്പോ വെട്ടി ഒഴിക്കുമ്പോ വെട്ടിട്ട് കടത്താനോ എടുക്കാനോ ഒക്കെ പോകുമ്പോ അന്ന് കാലം 50 പൈസ. ഇവിടെ ഒരു മുതലാളി ഒരു ദിവസം 50 പൈസയോ? 50. ഇവിടെ ഒരു മുതലാളി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പോകും, അങ്ങനെയുള്ള പണിക്കൊക്കെ ഞങ്ങൾ പോകും. അല്ലാണ്ട് വേറെ പണി തന്നെ മൈന. പിന്നെ അവിടെ എനിക്ക് വേറെ പണിയൊന്നും പോയില്ല, കെട്ടുപണിക്കോ വേറെ ഒന്നും. പണ്ട് ഈ പ്രദേശം മുഴുവനും പാടമല്ലായിരുന്നു? ഓ, പിന്നെ വീടുകൾ വരാൻ തുടങ്ങി അല്ലേ? അതൊക്കെ ഓർമ്മ ഉണ്ടോ? അത് പറഞ്ഞ ഇവിടെ ഇങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് വന്ന ഓലപ്പരയായിരുന്നു. ഓലപ്പര ഒക്കെ ഓലപ്പരയായിരുന്നു. പിന്നെ അങ്ങനെ ആയിട്ട് നമ്മ ഗവൺമെന്റിൽ നിന്നൊക്കെ ഒരു 5-6 ഉറുപ്പിന്റെ 6 ഉറുപ്പിന്റെ 7 ഉറുപ്പിന്റെ അങ്ങനെ അവർ പാസ്സാക്കിയിട്ട് കൊണ്ടുവന്ന 6000 ഉറുപ്പിയാണ് ഒരു വീട് കേട്ടെ. അപ്പൊ ഈ 6000 ഉറുപ്പിന്റെ വീടുകളാണ് ആദ്യകാലം അവർ പാസ്സാക്കിയിട്ട് തന്നത്. അതൊക്കെ ഈ പട്ട വീടാണ്, പട്ട വീട്. അപ്പൊ പിന്നെ അങ്ങനെ അവർ തന്നപ്പോഴാണ് അങ്ങനെ ഓട്ടുപെര വീടുകളാക്കി തന്നത്. അതിനുശേഷമൊക്കെ ഓലപ്പര പട്ടപ്പരയുള്ള വീടുകൾ, മണ്ണ് ചോരും അങ്ങനെയൊക്കെയുള്ള വീടാണ്. ഇപ്പോഴും എൻ്റെ വീട് കല്ലും പിന്നെ ചോരും തന്നെ, കല്ലുകൊണ്ട് കെട്ടിയത് തന്നെ, ചെങ്കല്ലുകൊണ്ട് കെട്ടിയ ചോരന്നെ, എന്നിട്ട് ടെറസോ ഒന്നുമില്ല. ഈ അമ്മൻ്റെയും അതേ എൻ്റെ മണ്ണ് ചോര്. എൻ്റെ അമ്മയുള്ള കാലവും ഈ ഭർത്താവുള്ള കാലവും കയറ്റിയിലാണ്. മനപ്പൊക്കെ വീഴാനായി. എൻ്റെ മകൻ മേൽപ്പര നേരെയാക്കി തന്നാനിരിക്കില്ല. മഴ വന്നാൽ വീഴും. ഇപ്പൊ ചാകക്കടക്കാലത്ത് അതിന് എന്ത് നേരെ അവനൊന്നും ഇപ്പൊ അങ്ങോട്ട് പോകാനൊന്നും അയക്കില്ല. ഇവിടെ തന്നെ ഇരുത്തും. അവന്റെ മക്കളും കുട്ടികളോടെ അവൻ വെളിയിൽ പോയി വരുമ്പോഴേക്ക് ഈ മകൻ അങ്ങനെ ഇത് അവൻ വെളിയിൽ പോയി വരുമ്പോഴേക്ക് പാറുമ്മ ചോറുണ്ടാകും കേട്ടിങ്ങോട്ട് അങ്ങനെ വരും. അവൻ നല്ലപോലെ നോക്കിയതാണ്. പെറ്റ മക്കളെ കാട്ടി സ്നേഹവും അവന്. മക്കളുണ്ടോ? മക്കളുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മക്കളില്ല. മക്കളില്ലാതെ തന്നെ ഈ ഭർത്താവ് ഉപയോഗിച്ചിട്ട് ഭർത്താവിനോട് നല്ല സ്നേഹമായിരുന്നോ? എന്റെ വീട്ടിൽ തന്നെ ഇരുന്നു. ഭർത്താവിനോട് നല്ല സ്നേഹമായിരുന്നോ? ഓ, ഇരിക്കുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും ഞാനും. എൻ്റെ ഒരു മുത്തച്ഛി ഉണ്ടായിരുന്നു, അമ്മൻ്റെ അമ്മ. ആ മുത്തച്ഛി മരിച്ച 6ാം മാസത്തില് എന്നെ വേണ്ട വെച്ചു.
അപ്പൊ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? അറിയില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലം അയാൾ വേണ്ട അയാളുടെ അതിന്റെ വീട് മുതലും അങ്ങനെ എഴുതി ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞു. അപ്പൊ തരില്ല പറഞ്ഞു. അപ്പൊ ഇത്ര പ്രായമാകുന്നവരെ വീടുണ്ട് അതിനെ അറിയില്ല പറഞ്ഞപ്പോ ഞാൻ പറയാണ്. അപ്പൊ അതിനെ ഇരിക്കാൻ വീടില്ലല്ലോ. അപ്പൊ എഴുതി മുതൽ കൊടുത്ത ഈ കുട്ടി നോക്കുവോ? കുട്ടിക്ക് നോക്കേണ്ട ഇതൊന്നുമില്ല. അപ്പൊ അതിനാഴപ്പോ അങ്ങനെ തരില്ല, അവള് ഇരിക്കുന്ന അത്രത്തോളം അവളുടെ വീട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ വന്നു. അവൾ ഇരിക്കുന്ന അത്രത്തോളം അവള് വീട് ഇരിക്കട്ടെ, പിന്നെ ഇല്ല അവളുടെ മരണത്തിന് കിടന്ന് ആകുന്ന നേരങ്ങളിൽ വയ്യാകെ നോക്കി അവർക്ക് അവരെടുത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അത് ഇത്ര വരെ ഞങ്ങളുടെ വരത്തൊക്കെ ഇരുന്നത്. ഇനി ഈ പണീനെ കുറിച്ച് പറയാം നമുക്ക്. ഈ കൃഷിപ്പണിക്ക് തുടങ്ങുന്ന സമയത്തൊക്കെ അത് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? അറിഞ്ഞുള്ളത് എന്തൊക്കെയാണ് ഒരു കൃഷി ഇത് തുടങ്ങുമ്പോ ഒക്കെ ഉണ്ടാവുക? കൃഷിപ്പണി എങ്ങനെ തുടങ്ങുക ശരിക്ക്? നാറ് വലിക്കുക, നടുക. ഇത് തന്നെയല്ല നാറ് ഇത് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞ നാറ് വലിക്കുക, നടുക. ഇതൊക്കെ ഉള്ള തന്നെ ഞങ്ങൾക്ക് അറിവിലുള്ള പണികൾ. പിന്നെ അതിന്റെ മേലുള്ള പണി അത് ആണുങ്ങൾ വരില്ല അല്ലെ? അങ്ങനത്തെ പണിക്കൊന്നും അങ്ങനെ ഈ ഞാറ് നടാനും ഞങ്ങളാണ് നടുന്നത്. പെണ്ണുങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ ഉള്ള കുട്ടികൾക്കും ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങൾ തന്നെ ഇതുവരെ ഈ പണി എടുക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നടുന്നതൊക്കെ കിളപണിയോ കൈക്കോട്ട് പണിയോ ഒക്കെ അത് ആളുകൾ ചെയ്യും. അത് ഞങ്ങൾ ചെയ്യും. ഈ പാട്ടൊക്കെ പാടൂലേ ഞാറ് നടുമ്പോഴും ഒക്കെ? അതൊക്കെ അറിയോ? അതും നമുക്കറിയില്ല. അത് പാടുന്ന കുട്ടികൾ പാടുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് അവരൊക്കെ പാടും. നമുക്കൊന്നും അത്രക്കുള്ള അമ്മയ്ക്ക് അറിയാവുന്നോണു. ഓ അമ്മയ്ക്ക് പിന്നെ ഒരുപാട് അറിയായിരിക്കും. അമ്മയ്ക്ക് പറഞ്ഞാൽ പിന്നെ ഞങ്ങ ഇവിടെ പണിക്ക് ഈ പണിക്ക് നിൽക്കുവപ്പോ ഞങ്ങ എല്ലാതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്തെ പണിക്ക് എന്നാ പിന്നെ ഞങ്ങൾ മുതലാളിമാർക്ക് എന്താണ് കേട്ടാ അങ്ങനെ വിട്ടു കഴിഞ്ഞാ ഒരു ദിവസം കൊണ്ട് നട്ടു കഴിയല്ലോ. അവര് വന്നാ ഒരു കൂട്ടത്തിൽ ആര് തൂങ്ങി തിരിഞ്ഞു വിട്ട് മുതലാളിമാർ അത് ചെയ്യിപ്പിച്ചപ്പോ ഇപ്പൊ നെല്ലുകൾ കമ്മിയാകുമ്പോ വേണ്ടി കിടന്നില്ല, അയ്യോ ഈ പണി നമുക്ക് വേണ്ടി കിടന്നില്ല എന്ന് അവരുടെ മനസ്സിലെ തോന്നലായി. ഈ കൊയ്യാനൊക്കെ പണ്ട് പോയിരുന്നോ? അതും ഈ മെഷീനൊക്കെ വരുന്നതിന് മുന്നേ അല്ലേ? കൊയ്യും 20 കൊയ്ത്ത് കൊയ്യും ഇവിടെ. എന്നുവെച്ചാല് എന്താ 20 കൊയ്ത്തെന്ന് പറഞ്ഞാൽ 20 കൊയ്ത്ത് പറഞ്ഞ പാടം അവർക്ക് അത്ര ഉണ്ട്, അത്ര ഏക്കര പാടമുണ്ട്, അത്ര വരെ പോയിട്ടുണ്ട് പറഞ്ഞാൽ പതമ്പിന് ഒരു 10 മണി വരെ കൊയ്യും. അത് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കടത്തി തല്ലി മണിയാക്കി പതം പടന്ന് ബാക്കി നെല്ല് ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് പതമ്പ് കൂലി ഓരോ പറഞ്ഞ നെല്ല് പതമ്പ് കൂലി തരും. നെല്ല് കൂലി തരും. അപ്പൊ അതും കൊണ്ട് ഞങ്ങൾ അങ്ങനെ വരുമ്പോ പിന്നെ ഉണ്ടാകുന്ന നേരങ്ങളിൽ അതുപോലെ പോയി ചെയ്യും. എന്നിട്ട് ആ നെല്ല് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങളെ കൊണ്ടുവന്ന പിന്നെ വറുത്തുകുത്തിന് അവര് വറുത്തുകുത്തും. വറുത്തുകുത്തിന് പറഞ്ഞാൽ ചോറ് വെക്കാൻ അരിയില്ല, എവിടെയും പോയി വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഈ നെല്ല് കൊണ്ടുവന്ന നമ്മത് കട്ടുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ വേഗം വെക്കറ പകരം വെള്ളവും നെല്ലല്ലോ കൊണ്ടുവരുന്നു. അന്ന് കാലം നല്ല മഴയത്ത് വെള്ളവും നെല്ലല്ലോ കൊണ്ടുവരുന്നു. അപ്പൊ കുറച്ച് ചട്ടിയിൽ ഇട്ടും കണ്ട് വറുത്തും കണ്ട് അതിന് അങ്ങനെ അരമുറന്ന് കുത്തിയും കണ്ട് അതിന് ചോറ് വെക്കും ഞങ്ങൾ ഓരോ ദിവസം കിട്ടിയ. പിന്നെ തൊങ്ങനെ കിട്ടുമ്പോ എന്ത് കാട്ടും? 2 പറയാണി കിട്ടിയ നമുക്ക് അടുപ്പി വെച്ച് വേവിച്ചിട്ട് കഴിഞ്ഞാൽ 2 ദിവസം ഉണങ്ങി കഴിഞ്ഞാൽ കൊണ്ട് അരച്ചിന്റെ അന്ന് അരവില്ല. അന്ന് കൈ കൊണ്ട് തന്നെ കുത്തിയിട്ട് തന്നെ ചോറ് വെക്കണം. അന്നത്തെ കാലം മില്ലൊന്നും ഇതുപോലെ ഇല്ല, ഒന്നൊന്നും ഇല്ല, കറണ്ട് ഇല്ല. അന്ന് കാലം മണ്ണെണ്ണ വിളക്ക് അല്ലെ, ഞങ്ങളുടെ ചുമാറാകുന്ന നേരങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ നെല്ല് കുത്തിയിട്ട് തന്നെ ചോറ് വെക്കലും വറുത്തുകുത്തലും. അത് ഈ പണിയുള്ള സമയത്തല്ലേ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് അരിയൊക്കെ വാങ്ങിക്കാൻ എന്ത് ചെയ്യും? പിന്നെ വാങ്ങുകയാണ് 1 കിലോ അരി, 1/2 കിലോ അരി. കയ്യിൽ നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും 10 ഉറുപ്പിന്റെ കാശ് കിട്ടിയാൽ അതിന് പോയി 1/2 കിലോ അരിയോ 1 കിലോ അരിയോ. കുടുംബം ഉള്ളവർ 1 കിലോ വാങ്ങും, കുട്ടിയും മക്കളും കമ്മിയുള്ളവർ 1 കിലോ 1/2 കിലോ മേടിക്കും. അങ്ങനെ അതിനെ കഞ്ഞി വെച്ചിട്ട് അങ്ങനെ അല്ലാണ്ട് ചോറ് ഉണ്ണണം. ഞങ്ങളുടെ കാലം അച്ഛനമ്മന്റെ കാലം ചോറ് ഉണ്ണണം, കൈ നിറയെ ചോറ് വാരി ഉണ്ണെന്ന് അന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ 1 കിലോ 1/2 കിലോ മേടിച്ച് ഞങ്ങൾ അതിനെ എല്ലാവരും ചന്തം പോലെ അതിന് കഴിഞ്ഞും കണ്ട് അങ്ങനെ ജീവിച്ചിരുന്നു തന്നെ. പിന്നെ അത് ഇപ്പോഴാണ് നമുക്ക് നെല്ലിന്റെ ചോറും എല്ലാം പറഞ്ഞാൽ നമുക്ക് നല്ലോണം പാടുപെട്ട് നല്ലപോലെ എല്ലാതും കൊണ്ടും നമുക്ക് നേടുന്നത്. അത് ഇപ്പോഴാണ് ഉള്ള മക്കളൊക്കെയാണ് കിട്ടുന്നത്. പഴയ കാലത്തെ മക്കളൊക്കെ ഉടുക്കാനും കൂടി നല്ല തുണി കിട്ടില്ല അന്നത്തെ കാലം. ഒന്ന് മേടിച്ചാൽ അതിനെയൊക്കെ തിരുമ്പി ഉണക്കിയിട്ട് വേണം പാടത്ത് പോയി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നൊക്കെ തിരുമ്പി ഉണക്കിയിട്ട് നേരം വെളുപ്പിന് അതിന് വേടിപ്പിച്ചിട്ട് വേണം കൊടുത്തിട്ട് പണിക്ക് പോകണമെങ്കിൽ. അന്നത്തെ സമയങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊപ്പം തന്നെ ഉടുപടകൾ നല്ലത് കിട്ടുന്നത്. എന്താ അത് ഇന്ന് ഉടുത്തത് ഇന്ന് ഉടുത്തത് ഇന്ന് തന്നെ ഉടുക്കണ്ട, അതിനെ തിരുമ്പിയിട്ടിട്ട് വേറെ ഇതെടുത്ത് കൊടുക്കുക പറയുന്നത് ഇന്നത്തെ കാലം മാത്രം തന്നെ ഉള്ളു. അന്ന് കാലം
കഴുകി ഉണക്കി പിറ്റേ ദിവസം ഉണങ്ങിക്ക് ഞങ്ങൾ അതിനെ ഉടുത്തിട്ട് നേരം വെളുത്ത് അത് ഉടുത്ത് വെളിയിൽ പോകും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് കമുക്കിനെ വാങ്ങണം, നിറയെ വാങ്ങണം, അന്ന് കിട്ടാൻ വഴിയില്ല മക്കളെ. അന്ന് പറഞ്ഞ ഒന്നുകിലൊന്ന് വാങ്ങാൻ പറഞ്ഞ നമുക്ക് കൈ കിട്ടണ്ടേ. 10 ഉറുപ്പിന്റെയും മേടിച്ചിട്ട് ഒക്കെ അതായിട്ട് ഞങ്ങൾക്ക് കിട്ടാനും വഴിയുണ്ടായിരുന്നില്ല. അന്നില്ല. ഇന്ന് മാത്രം തന്നെ ഇത്തിരി ഒരു 2 പറഞ്ഞില് കൂലി കിട്ടാൻ തുടങ്ങിയത്. ഒരു കൊയ്ത്ത് അല്ല നമ്മ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പറഞ്ഞില് കൂലി തരും. ഒരു പറ നെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അത് എത്ര ദിവസം പോകും? ഞങ്ങൾ കുടുംബമുള്ളവർ 2 ദിവസം 3 ദിവസമോ, കുടുംബം ഇല്ലാത്തവർ ചെറിയ കുടുംബക്കാർ എന്ത് കാട്ടും കേട്ടാ അത് 2 ദിവസമോ 3 ദിവസമോ അങ്ങനെ ഉണ്ടാവും. കുടുംബം നല്ല കുട്ടിയും മക്കളും, അന്ന് കുട്ടിയും മക്കളും ഉണ്ടല്ലോ. ഒരു അമ്മയ്ക്ക് 5-6 മക്കളുണ്ടാവും. പെൺകുട്ടികളും ആൺകുട്ടികളായിട്ട് ഒരു കുടുംബത്തിൽ നിറയെ ഉണ്ടാവും. അത് ഒരു പറ നെല്ല് കൊണ്ടുവന്നാൽ 2 ദിവസം 3 ദിവസത്തോടെ കൂടി അത് കഴിയും. അത് പറഞ്ഞാൽ നല്ലോണം ഇട്ട് വെക്കില്ല. നല്ലോണം ചട്ടി നിറയെ ചോറ് വെച്ചുകൊണ്ട് അങ്ങനെ ചട്ടി കിണ്ണും പാത്രം നിറയെ വിളമ്പാൻ അന്ന് ചോറൊന്നുമില്ല. അന്ന് ഇത്തിരി ഒരു കയ്യിൽ ചോറ് കൂട്ടും കണ്ട് ഇത്തിരി കഞ്ഞി ഒഴിച്ചാൽ കഞ്ഞിൻ്റെ വെള്ളം കളയുമില്ല. ഇന്ന് നമ്മ ആരെങ്കിലും കുടിക്കുന്നുണ്ടാ കഞ്ഞിൻ്റെ വെള്ളം? അങ്ങനെ വാർത്തും കണ്ട് അതിനടുത്ത് ഒഴിച്ച് കളയാനും അന്ന് കളയാൻ കിട്ടില്ല. അന്ന് അതേ കുടിക്കുകയാണ്. അത് കുടിച്ചാലേ രക്ഷയുള്ളൂ. അത് ഒരിക്കൽ ഒരു നേരം വെക്കുകയുള്ളൂ. വൈകുന്നേരം ഒരു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് വൈകുന്നേരമാണ് അത് വെക്കുന്നത്. അപ്പം ആ തണുത്ത ചോറ് തിരി ഉണ്ടെങ്കിൽ വെള്ളച്ചോറ് തിരി ഉണ്ട് പറഞ്ഞാൽ ഞങ്ങൾ അതോടുകൂടി ജീവിതം കഴിഞ്ഞതാണ്. അല്ലാണ്ട് ഇന്നത്തെ മക്കൾ തണുത്ത ചോറ് ഉണ്ടില്ല. ഇന്ന് തണുത്ത ചോറുണ്ടെങ്കിൽ നായ്ക്കെടുത്ത് കൊട്ടി അല്ലെങ്കിൽ മാട്ടിന് കൊട്ടിയും പറയും. അന്ന് ഞങ്ങൾക്ക് ഈ ചോറ് കളയുന്ന ചോറുണ്ട് പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും ഉണ്ണാനായി. അങ്ങനെയാണ് അന്നത്തെ ജീവിതം ഞങ്ങളുടെ കഴിഞ്ഞതും ഈ പാടത്തെ പണീൻ്റെ ഇത്. അതിന്റെ കൂടെ എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാവലുണ്ടോ? എന്താണ് എലിയ തൂപ്പോ പിന്നെ മുരിങ്ങിയോ പണ്ട് അതൊക്കെ ഊരുക. അല്ലാണ്ട് കൂട്ടാൻ വെക്കാൻ അറമുറയിന്ന് ഓടിപ്പോയി വാങ്ങണം എടുക്കണം എന്നൊന്നുമില്ല. അങ്ങനെ 2 മുളക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി തേങ്ങയോ എന്തെങ്കിലും ഒരു ഇത്ര വീതിയുള്ള ഒരു തേങ്ങ പൂളിൽ വേണ്ടിട്ട് പറഞ്ഞാൽ ഇനി 25 ഉറുപ്പ്യ 10 പൈസ 5 പൈസയാണ് അന്ന്. അത് 2 പേടിച്ചിട്ട് വന്ന് സമ്മതി അരച്ചും കണ്ട് അങ്ങനെയല്ല ചാറും കറിയും അതിനെയൊന്നും കുടിക്കാൻ ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ അച്ഛനമ്മൻ്റെ കാലങ്ങളിൽ കിട്ടിയിട്ടില്ല. അപ്പം അതിന് അങ്ങനെയായ വല മുരിങ്ങിയ തകരയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഊരിയും കണ്ട് അതിന് വറുത്ത് ഈ ഇരുന്നാഴി ഇടങ്ങഴിയേരി ചോറും വെച്ചും കണ്ട് അതിന് കഞ്ഞി ഒഴിച്ചും കണ്ട് എല്ലാവരും ഉണ്ണി തന്നെ. അല്ലാണ്ട് കൂട്ടാൻ വെക്കണം, നല്ല കറിയും ചോറും വെക്കണം അന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതെന്നാണ് എല്ലാതും മക്കളുടെ പോരുമയായ കാലങ്ങളിലാണ് ഇതങ്ങനെയൊക്കെ കിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ ആ കാലമൊക്കെ? ഓർമ്മ കുറഞ്ഞൊക്കെ അമ്മയോരെല്ലാം മേനെ നോക്കുന്നതൊക്കെ ഓർമ്മയൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് വളർത്തി അവർ മുത്തിയമ്മയും അമ്മയും 5-6 നെല്ല് സെഞ്ചിയിൽ എടുത്തിട്ട് അതിനെയും കൊണ്ട് അമ്മ വെറുതെ കടയ്ക്ക് പോകും. മുത്തിയമ്മീന്റെ മക്കാണ് നെല്ലിനൊക്കെ വാങ്ങി അവർ വളർത്തി അങ്ങനെ ആയി. അന്ന് കാത് കടക്ക് കൊണ്ടുപോകാനില്ല. ഞങ്ങളിപ്പോ ഈ ഒരു കൂലി കൊണ്ടുവന്ന 2 മുറം കഴിഞ്ഞ കടക്ക് കൊണ്ടുപോകണം. കടക്ക് കൊണ്ടുപോയിട്ട് വേണം അതിന് ഞങ്ങൾക്ക് സാമാന്യം വാങ്ങിയിട്ട് വരാം. അപ്പളേക്ക് ഇവിടെ 5 കഴിഞ്ഞ നെല്ലിനെയാണ് ഞങ്ങൾ ഇവിടെ ഭർത്ത് അടുത്ത് വെച്ചിട്ടും തിളപ്പിച്ചിട്ടിട്ടും അതിനെ ജീവിതം കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. അമ്മേന്റെ പേരെന്തായിരുന്നു? വള്ളി. അച്ഛന്റെ പേര് ചാമി. അച്ഛനെന്തായിരുന്നു ജോലി? അച്ഛന് ഞാൻ കണ്ടിട്ടില്ല മകനെ. 1 വയസ്സായിരിക്കുമ്പോൾ കിണറ്റ് വീണ് മരിച്ചതാണ്. ഇതെവിടെയാണ് ഞങ്ങളുടെ വീട്. ഈ വരുന്ന വഴി ചായക്കടയില്ല. ആ വീടൊക്കെ എൻ്റെ അമ്മ കൊടുത്തിട്ട് ഇവിടുത്തെ അച്ഛനെ കൊണ്ട് ഇവിടെ വന്നൊരു സ്ഥലം വാങ്ങി ഇവിടുത്തെ അച്ഛൻ കൊടുത്തതാണ്. അപ്പൊ എന്നെയും വളർത്തി അങ്ങനെ അവിടെ ഇരുന്നു. അവര് ചത്തിട്ടും അവർ തന്നെ നോക്കി. ഇപ്പോഴും അവർ തന്നെ ഇവിടെ തന്നെ. ഇവിടെ ടി വി ഒക്കെ വന്ന കാലം ഓർമ്മയുണ്ടോ? TV വന്ന കാലം ഓർമ്മ. മദ്രാസിൽ നിന്ന് വാങ്ങിയ TV ആണിത് ഇവിടുത്തെ. അപ്പൊ കുറെ TV ഇല്ലല്ലോ. ഇവിടുത്തെ അച്ഛന് കാണണം പറഞ്ഞിട്ട് മദ്രാസിൽ നിന്ന് വലിയ മകൻ മദ്രാസാണ് ഇവിടെ തന്നെ TV കാണാൻ. അങ്ങനെ ഇവിടെ വരും കാണാൻ. ഞങ്ങളുടെ ഇവിടെ വന്ന് കളിക്കാറ് കണ്ടിട്ട് പോകും. എന്തൊക്കെ പരിപാടിയാണ് കാണുക? അന്നൊക്കെ തമിഴ് പരിപാടിയല്ലേ? അന്നത്തെ കൂട്ടമാന എന്താണെന്ന് കണ്ട് അറിയില്ല. അന്നത്തെ TV TV ഇല്ലാണ്ട് ഏട്ടനെ നോക്കാൻ വേണ്ടി വേഗം കൊണ്ടുവന്നതാണ് മകൻ മദ്രാസിന്ന്. അപ്പൊ പിന്നെ വീട്ടില് TV ഉണ്ടോ? ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് പോയ ശേഷം എൻ്റെ വീട്ടിൽ മാത്രം TV മേടിച്ചു. എന്താണ് കേട്ടാ കുട്ടികൾ എനിക്ക് മക്കളായപ്പോൾ അതുകൾ അവിടെയും ഇവിടെയും പോയി പഠിക്കലും അവരുടെ അവിടെയും പോയി നിന്ന് കാണുമ്പോൾ അവരെന്തെങ്കിലും പെട്ടെന്ന് ആ കുട്ടികളെ മഴയാണ് അല്ലെങ്കിൽ ചേറാണ് ചവിട്ടണ്ട ചളിയിൽ ആ ഒക്കെ മേടിക്കാറില്ല എന്ന് പറയില്ലേ. അപ്പോൾ അതിൽ ശേഷമായപ്പോൾ എന്ത് കാട്ടി ഞാൻ ഒന്ന് ചെറുത്ത് മേടിക്കുക. അപ്പം മക്കളൊക്കെ ഇരുന്ന് കാണാനായല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ടല്ലോ. അപ്പം നമ്മുടെ മക്കളൊക്കെ കാണാമല്ലോ. അപ്പം ഞാൻ ചെറുത് ഒരു വെള്ള TV ചെറുതൊന്ന് മേടിച്ചു. പിന്നെ അതിലെ കാലം കൊണ്ട് അങ്ങനെ ആയ ശേഷമാണ് പിന്നെ എല്ലാവരുടെ അവിടെയും
വരുന്ന് നിൽക്കേണ്ട ഇപ്പോഴാണ് എല്ലാവരും ഞങ്ങൾ ഒന്ന് പേടിച്ചു നേരത്തെ കാലത്തെ കുട്ടികൾ ആയപ്പോൾ ഞാനൊന്ന് പേടിച്ചും കണ്ട് പിന്നെ കുട്ടികൾ അത് കണ്ടിട്ട് ഇരുന്നു. അങ്ങനെയാണ് എൻ്റെ കാര്യം. അമ്മ സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? എവിടെയാ പോയിക്കണേ? ഈ ചിറ്റൂർ ഇങ്ങനെ പോകും മാനത്. അതുപോലെ നേരം ആവുമ്പോ ചങ്ങാതിമാരൊക്കെ അവിടെ ഉണ്ണിന്റെ അടുത്ത വീടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകും. എല്ലാവരും കൂടിയിട്ടാ പോവാ? എല്ലാവരും കൂടിയിട്ട് പോവുക പറഞ്ഞ് പോകും. എന്റെ മുത്തശ്ശിന്റെ ആകുമ്പോ അപ്പൊ എന്റെ മുത്തശ്ശിക്ക് കോപം വരും. ഓ ഇത് പോകാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അന്ന് എത്ര 3 അങ്ങനെ ഉണ്ടാകുമ്പോ പോയിട്ടുണ്ട് മാന. ചിലിമി ഓർമ്മയിലോ എന്തൊക്കെയോ ചിലിമിക്ക് പോയിട്ടുണ്ടോ അതൊക്കെ മറന്നുപോയി. സിനിമയിലത്തെ ആൾക്കാരിന് ഓർമ്മയുണ്ടോ? അതൊന്നും അറിയില്ല മാന. ആൾക്കാരാണ് ഇന്നവരാണെന്നുള്ളതില് ആൾക്കാരനെയൊക്കെ അറിയും സിനിമ ഇത് നോക്കിയതുകൊണ്ട്. അത്ര തന്നെ ഇതാ ഇന്നവനാണ്. അതിനെയൊന്നും ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അന്ന്. പോകും പോയി കാണും. കണ്ടും മിണ്ടാണ്ട് എണിച്ച് വരും. എന്നാ എന്താ സിനിമ എന്ന് കേട്ടിട്ട് ആര് കണ്ട്? തമിഴ് സിനിമയാണോ മലയാള സിനിമയാണോ? ഏതാണെന്ന് അറിയും. പോയി സിനിമ കാണാൻ പോയാൽ തമിഴ് ഏതാണ് മലയാളം ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അവർക്ക് പൈസയും കൊടുത്ത് ഒന്നാമത്തെ സിനിമയും കണ്ട് മുണ്ടാട്ട് പേര് ഇന്നൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് കാലം പിന്നെ സിനിമയ്ക്ക് പോക്കില്ല. ഇപ്പൊ സിനിമയ്ക്ക് പോണില്ല, തിയേറ്ററിൽ പോയില്ല. ടിവിയിൽ കാണോ? ടിവി കാണും. സിനിമ സീരിയലൊക്കെ കാണോ? സീരിയല് അമ്പാടിന്റെ കാണും. ഇങ്ങനെ വിളക്ക് അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഈ നേരം കൊണ്ട് എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ ഞങ്ങള് 10 മണി വരെ അവിടെ പോയി ഇത്തിരി കിടക്കും. കുട്ടിന്റെ പഠിപ്പ് കഴിയുമ്പോ തിരി പോകും. അങ്ങനെ നോക്കും. അങ്ങനെയാണ് പഠിക്കുന്ന പിള്ളേരിന് ഉണ്ടാകുമ്പോ നമ്മൾ സൗണ്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർ പഠിക്കട്ടെ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. നമ്മുടെ പഠിപ്പ് കമ്മിയായിട്ടുള്ള പിള്ളേരാണ് പാട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു മുറിയിലിട്ട് അവർ സീരിയലൊക്കെ കാണാൻ തോന്നുന്നു. കുട്ടികളുടെ പഠിപ്പല്ലേ അവര് പഠിക്കുന്ന നന്നാകട്ടെ. അതന്നെ പാവം. അതുകൊണ്ട് അങ്ങനെ തിരി കാണും. സിനിമകളൊക്കെ വാർത്ത കാണാറുണ്ടോ? അത് വാർത്ത ടിവിയില് വാർത്തയൊക്കെ കാണാറുണ്ടോ? ഇത്തിരി ഉണ്ണി വരുമ്പോ ഇട്ടാ ഇത്തിരി 1.5 മണിക്കൂർ ആണല്ലോ. അത്ര കാണില്ല. ഇഷ്ടമില്ല ഈ പണിമാറി അങ്ങനെ വീട്ടിൽ 6 മണിക്ക് വന്നത്തിരി മാട് അതിന് നേരം ആകുമ്പോഴേക്ക് എല്ലാ സാധനവും ഒരുക്കണം. വെള്ളം ഒരുക്കണം, പുല്ല് വയ്ക്കൽ ഇതെല്ലാം കൊണ്ടുപോയിട്ട് നേരെ 7 മണിയാകുമ്പോഴേക്ക് എനിക്ക് ചെയ്യണം. ഞാൻ അതിനെ കാണാനൊന്നും ആയിരിക്കില്ല. അത് കണ്ട് ഇരുന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇത് നേരം ആകുമ്പോഴേക്ക് കത്തൽ തുടങ്ങില്ലേ. അപ്പൊ അതിനെയൊക്കെ ഓരിച്ചാക്കും. കറക്കട്ട മാടുകളാണ്, അതിനെയൊക്കെ ഞാൻ ഓരിച്ചാക്കും. പണിക്ക് പോകും. പണിക്ക് പോകാണ്ടിരിക്കില്ല. പണിക്ക് പോയി വന്ന പോലെ മാട്ടിന്റെ പണിയെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ 7 മണി കഴിയാണ്ട് എനിക്ക് സിനിമിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പോഴേക്ക് എല്ലാം പണിയും പറഞ്ഞിട്ട് കാര്യമില്ല. മാടിന്റെ ഇപ്പൊ അയാള് വീട്ടിൽ പോയിട്ടുണ്ട്. മാട് വീട്ടിൽ പോയിട്ടുണ്ട്. ഇത്ര നേരം എന്താ കാണാനില്ല മട്ട് കാണിക്കും എന്നെ. ആ മാട്ടിനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. പോവുകയാണെങ്കിൽ ദൂരവും ഉണ്ട്. അപ്പൊ വേഗം പോയി ഇരുന്ന് ഞാൻ വേഗം വരാൻ പറഞ്ഞിട്ട് വന്നതാണ്. മാടുള്ള അവിടെയൊന്നും എനിക്ക് ഒന്നിനും പോകാൻ പറ്റില്ല. ഒരു വിരുന്നാണ്. വലിയ മക്കളുടെ അവിടെയാണ്. പെട്ടമക്കളെ 3 ആളിനെയും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ഇവിടെയുണ്ട്. 2 കുട്ടികളിനെ ദൂരെ കൊടുത്തിട്ടുണ്ട്. അവരുടെ പെൺകുട്ടികള് 3 പെൺകുട്ടികള്. അപ്പൊ അവരുടെ ഒന്ന് ആണിച്ചക്കൻ പറയും അതിവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിനെന്ത് കാട്ടും? ഇത്തിരി എന്തെങ്കിലും പോണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ എനിക്ക് പോകാൻ സാധിക്കില്ല. കറക്കണം. നേരം ആകുമ്പോഴേക്കും 1:30 ആകുമ്പോഴേക്കും ഇവിടെ കറക്കണം. അപ്പൊ ഞാൻ എൻ്റെ മുതലാളിമാരുടെ അടുത്ത് പറഞ്ഞും കൊണ്ട് വരും. എൻ്റെ മാടത്തിരി കറക്കട്ടെ, ഓടിപ്പോയി കറക്കട്ടെ, എന്നിട്ട് ഞാൻ ഓടിക്കൊണ്ട് വരാ പറയും. അപ്പണ്ട് ഞാൻ പൊയ്ക്കോ പറയുന്നത്. അപ്പൊ കറന്നും കണ്ട് പാലിവിടെ തന്നെ കൊടുക്കണ്. അതുകൊണ്ട് ഓപ്പോട്ടെ ഞാൻ പോകാൻ പറ്റില്ല. ഇങ്ങനെ എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുമ്പോഴേ ഒന്ന് വെറുതെ ഇരിക്കാൻ തോന്നാറുണ്ടോ? വെറുതെ ഇരിക്കാൻ തോന്നില്ല. ഉറങ്ങണത് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഓടിട്ട് 7 മണി കഴിഞ്ഞിട്ട് ഉറക്കം ഉണ്ടാവും. 9, 12, 1 മണി വരെയൊക്കെ ഇരിക്കും. പോകാൻ പറഞ്ഞാൽ ചിൽമ കണ്ടിട്ട് 10 മണിക്ക് ശേഷം ഉറങ്ങുള്ളൂ മാനെ. അതല്ല ഇങ്ങനെ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല മാനെ. പണിയെടുത്ത ഉറങ്ങുമെന്നൊന്നും തോന്നില്ല. ഉറക്കം വരുമ്പോ ഇതിനെ ഉറങ്ങിയല്ല പറഞ്ഞ അങ്ങനെ. അത് എപ്പോഴെങ്കിലും ഒരു ഉച്ചക്ക് പണിക്കൊക്കെ പോണ്ടേ. പണിക്ക് പോകുമ്പോ നമ്മ വെറുതെ ഒരു ഉറക്കം വളർത്തുന്ന ഉറങ്ങും. അത് കഴിഞ്ഞ തുഴഞ്ഞ പിന്നെ വീട്ടിൽ പണിയൊക്കെ ചെയ്യണ്ടേ. വീട്ടിലെ ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ സഹായിക്കോ പണിക്ക്? അവരൊക്കെ വീട്ടുപണിക്ക് സഹായിക്കും. എന്ത് സഹായിക്കും? അവര് പറഞ്ഞിട്ട് പറഞ്ഞാൽ വെള്ളം പിടിക്കുക, അല്ല പറഞ്ഞിട്ട് പറഞ്ഞ ഇത്തിരി എന്തെങ്കിലും അടിക്കാൻ നമുക്ക് ആയില്ല പറഞ്ഞിട്ട് പറഞ്ഞാൽ അവർ ഇത്തിരി വളം കൂട്ടി വെക്കുക. അതെല്ലാം എല്ലാം ചെയ്ത് വെക്കും. പാചകത്തിലൊക്കെ സഹായിക്കും. ചോറ് കൂട്ടാനൊക്കെ വെക്കാൻ സഹായിക്കും. അയ്യോ അതോ അവർക്ക് അറിയുന്നവരെ ചെയ്യുള്ളൂ. അറിയാത്ത
അത് ചെയ്യില്ല, നമ്മുടെ ഒന്നും ചെയ്യില്ല അങ്ങനെ. നമ്മുടെ നമ്മ തന്നെ ചെയ്യണം. ചോറും കൂട്ടാൻ വെക്കണം, നമ്മ തന്നെ ചെയ്യണം. അതൊന്നും അവർക്കാവില്ല. ഇവിടെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലം, വെള്ളം പൈപ്പ് വെള്ളം നല്ലപോലെ. മുമ്പോ പണ്ടോ? പണ്ട് നമുക്ക് നിറയെ കിണറ്റുണ്ട്, ഇവിടെ ഞങ്ങളുടെ വീട്ടുകളിലൊക്കെ ഓരോ ചില സ്ഥലത്തൊക്കെ ദൂരെ പോയി കൊണ്ടുവരണൊക്കെ കണ്ടിട്ടുണ്ട്. ഇല്ല ഞങ്ങളൊക്കെ ഇവിടെ തന്നെ. ഞങ്ങൾക്ക് വെള്ളം ഇപ്പൊ എടുക്കണം, 8 വഴിക്കാർ വെള്ളം കൊടുക്കണം. ഞങ്ങളുടെ ഈ നെട്ടോടെ കൂടി ഇവിടെ വെള്ളം. ഈ പണ്ടേ ഈ കുളിമുറി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതൊന്നും അപ്പൊ എവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാ? അവിടെ കുളത്തിലോ കുഴിയിലോ എല്ലാ പറഞ്ഞ് വെള്ളം വന്ന് തോട് നിറയെ വെള്ളം ഇവിടെ തോടുണ്ട് അല്ലേ? അപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് അങ്ങനെ കുളിക്കും. ഇപ്പൊ അങ്ങനെ പുറത്ത് കുളിക്കാറുണ്ടോ? ഇപ്പൊ അങ്ങനെയൊന്നും കുളിക്കില്ല. ഇല്ല, പണ്ട് ഇവിടെ നിറച്ച് കുളങ്ങളുള്ള സ്ഥലല്ലേ? അയ്യ ഇവിടെ കുളവില്ല. ആണോ? അയ്യ തോട് മാത്രം തന്നെ ഉള്ളൂ ഇവിടെ. ഈ തോട് പിന്നെ കാനഡകളിൽ വെട്ടിയവർക്ക് കാനഡ്, അതിലൊക്കെ പോയി നമുക്ക് ഇതുക്കിന് പട്ടും കണ്ട് അങ്ങനെ മുങ്ങി ഇങ്ങോട്ട് പോയാലോ, കയറാൻ പറ്റാണ്ടായാലോ പിന്നെ പോക്കന്നല്ലേ. അപ്പൊ അതുമായിട്ട് തണുപ്പ് അവിടെയൊന്നും പോവില്ല. ഞങ്ങ വീട്ടുകളിൽ തന്നെ. എന്റെ വീട്ടിൽ കിണറുണ്ടോ? കാനഡുള്ളവർ കിണറ്റിന് വെള്ളം മുക്കി ഇങ്ങോട്ട് വീട്ടിൽ തന്നെ വിട്ടിട്ട് അല്ലാണ്ട് ഞങ്ങൾ എവിടെയും പോവില്ല. പിന്നെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? യാത്ര പോയിട്ടുണ്ടോ? ദൂര സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? പാലക്കാട് അല്ലാണ്ട് വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? നമ്മള് പോയിട്ടുണ്ട്. എവിടെ പോയിക്കണേ? അമ്മ പോണത് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ 2-3 കൊല്ലം ശബരിമലയ്ക്ക് പോയി. അതൊരു ദൂരമായില്ലേ. പിന്നെ കൊടുങ്ങല്ലൂർക്ക് പോകും. കൊടുങ്ങല്ലൂർക്ക് പോകും. ആറ്റുകാല അമ്മന്റെ അവിടെ, അങ്ങനെയുള്ള അവിടെ നല്ല തലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അതല്ലാണ്ട് ടൂർ പോയിട്ടുണ്ടോ? ടൂറ് പോയിട്ടില്ല. പോയിട്ടില്ല. ശബരിമലയ്ക്ക് പോകുമ്പോ എല്ലാ തലവും ചുറ്റി അടിച്ചിട്ട് വരും. അതല്ല. അപ്പൊ 3 കൊല്ലം ശബരിമലയ്ക്ക് പോയി. പിന്നെ ഞാൻ കൊടുങ്ങല്ലൂർക്ക്, പിന്നെ ആറ്റുകാല. അമ്മയോ? ടൂറ് പോയിട്ടുണ്ട്. 2-3 കൊല്ലമൊക്കെ പോയി. തിരുപ്പതിയില് 2 പ്രാവശ്യം പോയി. പിന്നെ ചോറ്റാനിക്കര, ഗുരുവായൂര്, കാടാമ്പുഴ, പിന്നെ അവിടെയാണ് തിരുവനന്തപുരം, അതെന്താണ് മേന പത്മനാഭ ക്ഷേത്രം, കന്യാകുമാരി, കൊടുങ്ങല്ലൂര്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അടക്ക ടൂർ പോയിട്ടുണ്ട്. 2-3 കൊല്ലമൊക്കെ സാമർത്ഥ്യം ഇപ്പൊ എവിടെയും പോവുള്ള മേനെ, അടുത്തടക്കം പോവുള്ള. ഇഷ്ടമാണോ പോവാൻ? ഇഷ്ടമില്ല മേനെ, വയ്യ. ഇപ്പഴല്ല, അപ്പോഴൊക്കെ പോകാൻ നല്ല ഇഷ്ടം. തിരുപ്പതി പോയി 2-ാം പ്രാവശ്യം പോയിട്ട് നാഞ്ഞു വരില്ല പറഞ്ഞാണ്ട് പേടിച്ചില്ലേ. ആന റൂമിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് അടച്ച് അങ്ങനെ എങ്ങനെയാ ആയപ്പോ ആദ്യം പത്മക്ഷേത്രവും അങ്ങനെയായിട്ട് കന്യാകുമാരിയാണ് ആദ്യം പോയത്. പിന്നെ കൊടുങ്ങല്ലൂര്, ഗുരുവായൂരൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ബസ്സിലാണ് പോയത്. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിൽ അങ്ങനെ പോയിട്ടില്ല. ഇല്ല, പോയിട്ടില്ല. പാലക്കാട് പിന്നെ വേറെ ഏതൊക്കെ സ്ഥലത്താ പോയിട്ടുള്ളത്? പാലക്കാട് പറഞ്ഞ മലമ്പുഴയ്ക്ക് പോയിട്ടുണ്ടോ? മലമ്പുഴയ്ക്കും പോയിട്ടുണ്ട്. അത് ചെറുതി പറഞ്ഞ ഇവിടുത്തെ അമ്മന്റെ വീട് മലമ്പുഴയിലാണ്. ഇവിടുത്തെ അമ്മന്റെ ചേച്ചിന്റെ അവിടെ മൂത്തച്ചി അവിടെ അത് നേരത്തെ പോയിട്ടുണ്ട്. അത് കല്യാണമൊന്നും കഴിയാത്ത കുട്ടിയായിട്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല മേനെ. അപ്പൊ പോയി മലമ്പുഴയൊക്കെ കണ്ടു, അമ്മന്റെ വീട്ടിലൊക്കെ പോയി ആഹാരം കഴിച്ചു. ഡാം കെട്ടുന്ന സമയമൊക്കെ ആയിരിക്കും. ഇല്ല, അത് അങ്ങനെ ഇല്ല മേനെ. അതൊക്കെ കെട്ട് കഴിഞ്ഞ കാലത്തായിരിക്കും. കുറെ വർഷം എന്റെ വിവാഹം കഴിയാത്ത മുമ്പ് കുട്ടിയായിരിക്കുമ്പോ പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഉണ്ണിന്റെ വലിയമ്മന്റെ വീട് തോട്ടപ്പര മലമ്പുഴയല്ലേ. അവിടെ പോയി. കോട്ട കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ കോട്ടയില്ലേ, പാലക്കാട് കോട്ട മൈതാനമൊക്കെ? പാലക്കാട് മൈതാനത്ത് കോട്ടയിൽ പോയിട്ടില്ല മേനെ. പോയിട്ടില്ല. ഇല്ല, അതെന്നാള് പോണം പറഞ്ഞു, പിള്ളേർ വിളിച്ചു. പിന്നെ അതങ്ങനെയാ ഒരുപാട് തിരക്കും വരി നിൽക്കണ്ടേ പറഞ്ഞാണ്ട് പിന്നെ പോയിട്ടില്ല. അമ്മ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. കോട്ട കണ്ടിട്ടില്ല. കോയമ്പത്തൂര് പോയിട്ടുണ്ടോ? കോയമ്പത്തൂര് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് മേനെ. എന്തിനു പോയതാ? അത് കോയമ്പത്തൂര് പറഞ്ഞ പേരൂർ പോയി വരുന്ന വഴി അങ്ങനെയാ. പിന്നെ ഒരിക്കൽ എന്നെ കുട്ടി മദ്രാസ് കൂട്ടിയിട്ട് പോയിട്ട് വരുമ്പോ കോയമ്പത്തൂർ വഴി കണ്ടപ്പോ അതീ വന്നത്. അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട് കോയമ്പത്തൂർ പോയത്. അമ്മ പോയിട്ടുണ്ടോ? ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ആരോട് ഈ ഡ്രസ്സൊക്കെ വാങ്ങാൻ ആരാ പോവാ? നമ്മൾ ഒറ്റയ്ക്ക് പോവാതെ ആരെങ്കിലും മേടിച്ചു തരാണോ ചെയ്യാ? അതൊക്കെ ഇങ്ങനെ വരുമ്പോ വാങ്ങും. ഇവിടെ വരുമല്ലോ, നമ്മുടെ കാഞ്ചോട്ടി വരുമല്ലോ. ഓ, അങ്ങനെ വരും. എല്ലാവരും എന്ത് വേണമെങ്കിലും നമ്മള് ഫോണിൽ അങ്ങനെ അയച്ചു വിട്ടാ അപ്പൊ അവർ ഇവിടെ വന്നെത്തും. ഫോണിലോ? ശരി. വാട്സപ്പ് ഒക്കെ ഉണ്ടോ? അതിലെന്ത് പറഞ്ഞിട്ടായിരിക്കും? നമുക്ക് എന്താ വേണ്ടത്? പിന്നെ തുണി വേണം, ഇന്ന കളറ് വേണം പറഞ്ഞാൽ അവർ അപ്പം എടുത്തു കഴിഞ്ഞാൽ അപ്പം അവർ ഇവിടെ കൊണ്ടുപോകും. എന്റെ മക്കള് വാങ്ങിത്തരും, എല്ലാതും ഒക്കെ വാങ്ങിത്തരും. ഞങ്ങളിപ്പോ അങ്ങനെ പോയി തുണി എടുക്കണം പറഞ്ഞ് അങ്ങനെ നല്ല മക്കള് വാങ്ങിത്തരും. അതൊക്കെ കുട്ടികൾ പറയുമ്പോഴേക്കും നമ്മുടെ
ഇതിന് അനുസരിച്ച് വയസ്സായവിടെ പുഞ്ഞ എത്ര എപ്പോഴാ ഫോൺ മേടിച്ചേ? ഇതേപോലത്തെ വലിയ ഫോൺ എപ്പോഴാ മേടിച്ചേ? അത് പേടിച്ചിട്ട് 3-4 കൊല്ലമായി. ആണോ? എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചത് അതാരെങ്കിലും മേടിച്ചത്? അയ്യടെ കുട്ടികൾക്ക് നമുക്ക് ഫോൺ നോക്കാൻ അറിഞ്ഞാൽ പിന്നെ പഠിപ്പ് ഒരുപാടായാലും പിന്നെ. അപ്പൊ അമ്മയ്ക്ക് ഫോണില്ല? ഫോൺ എനിക്കില്ല, എന്നാ വീടിന്ന് അറിയണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? മക്കളൊക്കെ ഉണ്ട്. അതില് നോക്കലുണ്ടോ? യൂട്യൂബ് ഒക്കെ കാണാറുണ്ടോ? വീഡിയോ ഒക്കെ കാണോ? അവരൊക്കെ ഇതെങ്ങനെയൊക്കെ കാണിച്ചു തരുമ്പോ അമ്മ അതാ നിനക്ക് എന്ത് വേണം എന്ത് വേണം പറഞ്ഞൊക്കെ പറയുമ്പോ കാണിച്ചു തരും. അപ്പൊ കാണിച്ചു തരുമ്പോ എനിക്ക് എന്ത് വേണം പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരും. അമ്മക്ക് എനിക്ക് പോകേണ്ട വിവരമില്ല മകനെ. പോണേ വേണ്ട ഒക്കെ എൻ്റെ മകൻ തന്നെ. അരി വാങ്ങണ അവിടെ അല്ലെങ്കിൽ കറണ്ട് ബില്ലിന്റെ അവിടെ വേറെ നമ്മുടെ പെൻഷൻ പണത്തിന്റെ അവിടെ ഒക്കെ ഉണ്ണിന്റെ ഫോൺ നമ്പർ കൊടുക്കും. നമുക്ക് ഫോൺ അറിയൂല, ഫോണിനോടുള്ള സംസാരമൊന്നും ഇല്ല. ഇനിയിപ്പോൾ അത് വേണ്ട, അതുകൊണ്ട് അത് വിട്ടു. അതെനിക്ക് അറിയില്ല മേനെ. അപ്പോൾ ഉണ്ണിൻ്റെ തന്നെ എല്ലാവിടെയും കൊടുക്കുന്നത്, എല്ലാ ഫോൺ നമ്പറും എൻ്റെ ആയിട്ടില്ല. എനിക്ക് അറിയൂല, ഫോണുമില്ല. മകൻ്റെയും ഇവിടെ കുട്ടീൻ്റെല്ല, കുട്ടീൻ്റെ ഇഞ്ചക്ഷൻ ഇടാൻ പോകുമ്പോൾ കുട്ടീൻ്റെ കൊടുക്കും, പിന്നൊക്കെ ഉണ്ണിൻ്റെയാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലേ ആരെ കൊണ്ടുപോവാ ഹോസ്പിറ്റലിലൊക്കെ? അമ്മ കൊണ്ടോ? അമ്മേനെയോ? മക്കളുണ്ടല്ലോ, അവർക്ക് മക്കൾ. എവിടെ പോവാ ഹോസ്പിറ്റലില്? അപ്പൊ ഇവിടെ ചിറ്റൂര് തന്നെ പോയിരിക്കും. എന്നാ അങ്ങനെയുള്ളൊരു വയ്യാകിയായിട്ട് ഓടി പോകാനൊന്നും ഇത്ര കാലം ഇല്ല. ഒക്കെ അവർ തന്നെ കൊണ്ടുപോകും. അതെപ്പോഴും പണിയെടുക്കുന്നോണ്ട് ആരോഗ്യത്തിലിരിക്കുന്നല്ലേ? അത് കാര്യമാണ് എൻ്റെ മകൻ. എന്തെങ്കിലും വല്ല തലവേദന പനിയുണ്ട് പറഞ്ഞ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. നമുക്കിപ്പോ അത്ര പോയി ആശുപത്രി പോയി പറഞ്ഞ് നല്ല പോലെ ഇതാകാനുള്ള വയ്യാക പറഞ്ഞാലും ഇല്ല ഇല്ല, ഭഗവാന്റെ പുണ്യം കൊണ്ട് കാണിച്ചൊന്നും കിടക്കാത്ത 60 വയസ്സായവരെ അത്ര നേരം ഒരു 30 കൊല്ലത്തിന്റെ അപ്പുറം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കിടന്നു. പിന്നെ ഇപ്പോഴൊന്നും ആശുപത്രി കിടക്കുക, ഒരു ആശുപത്രി പോവുക, നായും പൂച്ചയും കടിച്ചു. ഇനി അങ്ങനെയാ മാനെ, ഞാൻ വെറുതെ പറയില്ല, ഇനി അങ്ങനെയാ. 2 മാരി നായും കടിച്ചു, 2 മാരി പൂച്ചയും കടിച്ചപ്പോ ആശുപത്രി പോയി. അങ്ങനെ ഇഞ്ചക്ഷൻ ഇടാൻ വരുന്നു പറഞ്ഞ പേടിയാണ്. അപ്പൊ അതിനുള്ളതൊന്നും ഇത്ര വരെ എത്തിയിട്ടില്ല. ഭഗവാന്റെ പുണ്യം ഇനിയിപ്പോ ദൈവം. എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ ഇഷ്ടമുള്ളത് കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നുമ്പോ ഉണ്ടാക്കി കഴിക്കുമോ? അല്ലെങ്കിൽ മക്കളോട് പറയും? എന്ത് ചെയ്യും? അവർക്ക് ഇപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ചതല്ല, അവരുടെ ഇഷ്ടത്തിന് ചപ്പാത്തി ഉണ്ടാക്കും, പൂരി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. അവർക്ക് എന്ത് തോന്നണം അതൊക്കെ ഉണ്ടാക്കും. വൈകുന്നേരം ഇന്നത് കഴിക്കണം പറഞ്ഞാൽ അതുണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കും, പൂരി ഉണ്ടാക്കും, പിന്നെ ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. അമ്മയ്ക്ക് ഇഷ്ടങ്ങളൊന്നുമില്ല? എനിക്കുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അവർ അധികം ഇഷ്ടത്തിന് തന്നെ അവർ ഒക്കെ ഉണ്ടാക്കണത്. അപ്പൊ അതിനെ നമ്മളെത്തിരി എടുത്ത് കഴിക്കും. അത് നമ്മുടെ ഇഷ്ടമാക്കുമ്പോൾ അതിനെ മാറ്റും. വേണം വേണം നമുക്ക് തോന്നൂലേ? വേണം വേണ്ട പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ചോറ് തോന്നും. അതിന് എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ തോന്നാറുണ്ടോ? എല്ലാവരും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം പറഞ്ഞിട്ട് പറഞ്ഞ് അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെടുത്ത് നമ്മ കഴിക്കുക എടുക്കുകയും ചെയ്യും. അമ്മയ്ക്ക് അങ്ങനെ തോന്നുമോ? അയ്യോ എനിക്ക് എന്ത് തോന്നണം മകനെ, ഒന്നും വേണ്ട വേണ്ട തോന്നും. എല്ലാം ഉണ്ടാവും ഇവിടെ. എനിക്ക് ഒന്നും വേണ്ട. അന്നത്തെ കാലം മകനെ, അന്ന് കാലമാണ് ചോറ്. അങ്ങനെ ഒരു തിന്നാൻ വേണമെന്നില്ല. വേണം പറഞ്ഞാൽ ഉണ്ടാക്കി തരും. കടയിൽ പോയപ്പോ എന്തുവാണെങ്കിലും വാങ്ങി കഴിക്കാം. ഒന്നും വേണമെന്ന് തോന്നണില്ല മേനെ. ഇത്ര കഞ്ഞി എടുത്ത് കുടിക്കും, അങ്ങനെ പോവുന്നെ. ഇവിടെ അടുത്ത് അമ്പലമൊക്കെ ഉണ്ടോ? അങ്ങനെ പോവാറുണ്ടോ? കോവിലോ എന്താ? ചിറ്റൂർക്കാവ്. അത് വേല ഉണ്ടാവുന്ന നേരം പോയി തൊഴുതിട്ട് വരും. വെള്ളിയാഴ്ച പോയി തൊഴുതിട്ട് എന്റെ മക്കൾ ഇവിടുത്തെ മക്കൾ കൂട്ടിക്കൊണ്ടുപോയി കൊടുമ്പിലും ഇവിടെയും കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് അങ്ങനെ വന്നു. അവിടെ രണ്ടവിടെയും പോയി തൊഴുത് വന്നത്. ഈ കൊറോണ സമയത്തെ എന്ത് ചെയ്തു? എവിടേക്കും പോകാനും പറ്റൂല, പണിയൊന്നും ഇല്ലല്ലോ. കൊറോണ സമയത്ത് ഞങ്ങൾ മിണ്ടാണ്ട് വീട്ടിൽ മിണ്ടാണ്ട് സ്ഥലം പോയില്ല മകനെ. ആദ്യമായിട്ടായിരിക്കും അല്ലേ പണിയെടുക്കാണ്ട് കുറച്ച് ദിവസം ഇരിക്കുന്നത്? അങ്ങനെ ഇരിക്കും. പണി ഉണ്ടാകുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ പോകും. പിന്നെ അതാണ് പറഞ്ഞ മിണ്ടാണ്ട് എവിടെയും പോകണ്ട ഇരിക്കും പറയുമ്പോ 1 മാസം 2 മാസമൊക്കെ കപ്പന്ന് വീട്ടിൽ മിണ്ടാണ്ട് ഇരുന്നു. എവിടെയും പോകാണ്ട് ചോറ് കറി വെക്കാനും വിളമ്പാനും പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ കൂപ്പത്തിന്റെ അരികളും അതുകൊണ്ട് ഒക്കെ അങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങ് അവിടെയും പോയില്ല. കൊറോണ സമയത്ത് മക്കള് പറയും പോലെ എന്ത് കാട്ടിന്ന് എവിടെയും പോയില്ല. ചാവ് കല്യാണം എവിടെയും പോയില്ല മേനെ. കല്യാണങ്ങളോ മരിച്ച വീട്ടിലോ 2 കൊല്ലം ഈ വീട് വിട്ട് പടി കടന്നില്ല. എവിടെയും പോയില്ല. വേണ്ടപ്പെട്ട എവിടെയും പോയില്ല, വേണ്ടാത്ത എവിടെയും പോയില്ല. ഇപ്പൊ വിരുന്നടക്കം നിർത്തി. എവിടെയും പോയില്ല മേനെ. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യും. വോട്ട് ഒരു പ്രാവശ്യം പോയപ്പോ പിന്നെ ഓപ്പൺ വോട്ട് ചെയ്തു. 2ാമത്തെ വോട്ട് എനിക്ക് ഇവിടെ വന്നു ചെയ്തു. ഇവിടെ വന്ന് എന്റെ കുട്ടി ചെയ്തു. ഏതാ പാർട്ടി? ജനത ജനത ജനതാദളാണോ BJP ആണോ? BJP അല്ല. BJP അല്ല, ജനതാദള. അത് ശരി. അമ്മയോ?
ഞാനും അതന്നെ. അങ്ങനെ രണ്ടാളും ഒക്കെ ഒന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരേ ആൾക്കാരാണ്.